എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് അപേക്ഷയോടൊപ്പം ഉൾക്കൊള്ളിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ റിസർവേഷനാണ് ഉള്ളത് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. അതായത് സ്പോർട്സ് കോട്ട, അതുപോലെ SSA കോട്ട, അതുപോലെ തന്നെ പാരാമിലിറ്ററി കോട്ട, അനാഥാലയം കോട്ട, അതുപോലെ NCC, അതുപോലെ ട്രാൻസ്ജെൻഡർ സംവരണം, ഭിന്നശേഷി സംവരണം, അതുപോലെ ANM നേഴ്സ് കോട്ട. ANM എന്ന് പറഞ്ഞാൽ ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് ചെയ്തവർക്കുള്ള കോട്ടയാണ് ANM നേഴ്സ് കോട്ട എന്ന് പറയുന്നത്. അതുപോലെ EWS സംവരണം, അതുപോലെ തന്നെ കൊല്ലം ആശ്രാമം ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ഫോർ SC/ST പ്രവേശനം, അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് നോമിനികൾക്കുള്ള സീറ്റ് എന്നിങ്ങനെയാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ സംവരണം ലഭിക്കാനുള്ള മാനദണ്ഡം കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ റിസർവേഷൻസ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ വായിച്ച് നോക്കിയ ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത് +2 ആണ്. +2ൽ നിങ്ങൾക്ക് ഇതിൽ അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ തന്നെ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ +2ൽ ബയോളജി, അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി പഠിച്ചവർ ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ആ ഒരു കോളം ടിക്ക് ചെയ്യുക. അതുപോലെ തന്നെ +2 മറ്റുള്ള കോഴ്സാണോ, അതായത് ഈ ഒരു ബയോളജി സയൻസ് അല്ലാതെ വേറെ ഏതെങ്കിലും കോഴ്സാണോ, അതായത് കമ്പ്യൂട്ടർ സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസ് ആണോ പഠിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ +2വിനോടൊപ്പം തന്നെ അതായത് ഏതൊരു +2 കോഴ്സിനോടൊപ്പം തന്നെ നിങ്ങൾ ANM കോഴ്സ് ചെയ്തിട്ട് അതിനോടൊപ്പം നിങ്ങൾ ഈ ഒരു അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവൽ ലഭിച്ച അതായത് ആ ഒരു രജിസ്ട്രേഷൻ ചെയ്തവർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്തവർ ആണെങ്കിൽ ആ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അപേക്ഷയോടൊപ്പം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ള കാര്യം പറയാം. ആദ്യം തന്നെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ആദ്യം ഫില്ല് ചെയ്ത ശേഷം നിങ്ങൾ കറക്റ്റായിട്ട് അതിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ അതിനോടൊപ്പം ആഡ് ചെയ്യുന്നത്, ആ ഒരു ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിൽ നൽകേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള ആ ഒരു അവസാന തീയതിക്കോ അതിനു മുമ്പായിട്ട് അപേക്ഷകർ ഈ ഒരു വിദ്യാഭ്യാസ യോഗ്യത ഈ ഒരു വിജ്ഞാപന പ്രകാരമുള്ള ആ ഒരു യോഗ്യത നേടിയിരിക്കണം എന്നുള്ളതാണ് നൽകിയിട്ടുള്ളത്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു യോഗ്യത മാർക്ക് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അതായത് എല്ലാ കോഴ്സുകൾക്കും അതുപോലെ സാമൂഹികപരമായി പിന്നോക്കം നിൽക്കുന്ന SC/BC വിഭാഗങ്ങളിൽപ്പെട്ട അപേക്ഷകർക്ക് ഈ ഒരു അവയുടെ അതായത് വിവിധ ആ ഒരു സർക്കുലറിലെ ഭേദഗതി പ്രകാരം യോഗ്യതാ പരീക്ഷയിൽ 5% മാർക്ക് ഇളവുണ്ടായിരിക്കും. അവർക്ക് 35% മാർക്ക് മതി. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്ക് യോഗ്യതാ പരീക്ഷയിൽ വിജയിച്ചാൽ മതി എന്നുള്ളതാണ്. അതുപോലെ SC/ST കോട്ടയിൽ ലഭ്യമല്ലാത്ത സീറ്റുകളിൽ അലോട്ട്മെൻറ്റ് ചെയ്താലും SC/BC അപേക്ഷകർക്ക് ലഭിക്കുന്ന മാർക്ക് ഇളവ് 5% മാത്രമേ OEC അപേക്ഷകർക്ക് ബാധകമാകൂ. അതുപോലെ ഭിന്നശേഷി കോട്ടയിലെ അപേക്ഷകർക്ക് പ്രവേശനത്തിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ മാർക്ക് പൊതുവിഭാഗത്തിൽ നിർദ്ദേശിക്കുന്നതിനേക്കാൾ 5% കുറവായിരിക്കും എന്നുള്ളത് പ്രത്യേകം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള റിസർവേഷൻ ഡീറ്റെയിൽസുകളും നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ കേരളീയർ അതായത് കേരളൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ജനിച്ചവരെയാണ് കേരളൈറ്റ് എന്ന് പറയുന്നത്. നോൺ കേരളൈറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ ജനിക്കാത്തവർ ആണ്. അപ്പോൾ അവർ നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റോ ജനിച്ചവർ ആണെങ്കിലാണ് ഈ ഒരു നോൺ കേരളൈറ്റ് വരിക. കേരളൈറ്റ് എന്നാണെങ്കിൽ നിങ്ങൾ കേരളത്തിൽ ജനിച്ചവർ ആണോ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് നേരിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തപാൽ വഴിയോ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ അയക്കാവുന്നതാണ്. തപാൽ വഴി അയക്കുന്ന സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം അതുപോലെ മറ്റ് ഡോക്യുമെൻറ്റുകളോടൊപ്പം തന്നെ ഈ ഒരു GNM കോഴ്സിനുള്ള അതായത് 2024 GNM കോഴ്സിനുള്ള അപേക്ഷ എന്ന് ആ ഒരു കവറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് എഴുതിയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഇടതുഭാഗത്തായിട്ട് നിങ്ങളുടെ പേരും മേൽവിലാസവും വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് അയക്കേണ്ട ആ ഒരു ഡീറ്റെയിൽസും കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. നിങ്ങളുടെ ആ ഒരു ഭാഗത്ത് ഫ്രം എന്നും അതുപോലെ നിങ്ങൾ അയക്കുന്ന അഡ്രസ്സിലേക്ക് ടു എന്ന രീതിയിൽ എഴുതണം. നിങ്ങൾ നേരിട്ട് കൊണ്ട് കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു ഫോം കവറിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം
നിങ്ങൾ ഈ ഒരു ഡോക്യുമെൻറ്റ്സൊക്കെ കറക്റ്റായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അപേക്ഷ അയക്കേണ്ട അഡ്രസ്സ് കറക്റ്റായിട്ട് ഈ ഒരു പേജിൽ, അതായത് ഈ ഒരു പ്രോസ്പെക്ടസിൽ തന്നെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് സാധാരണ, അതായത് ജനറൽ കാറ്റഗറി ഉള്ളവരാണെങ്കിൽ 250 രൂപയാണ് ഫീസ്. അതുപോലെ 0210 അതുപോലെ -80-800-88 എന്ന ആ ഒരു ശീർഷകത്തിലാണ് നിങ്ങൾ ഈ ഒരു ചലാൻ അടയ്ക്കേണ്ടത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നു 250 പകരം 200 രൂപയാണ് അടച്ചത്, അപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ വീണ്ടും ആ ഒരു 50 രൂപ കൂടി അടച്ചിട്ട് ആ ഒരു ചലാൻ സ്റ്റാപ്പിൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അപേക്ഷയോടൊപ്പം വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രഷറിയിൽ അടച്ച ചലാൻ്റെ ആ ഒരു ഒറിജിനൽ റെസിപ്റ്റ് ഈ ഒരു അപേക്ഷയോടൊപ്പം നൽകേണ്ടതാണ്. അതുപോലെ SC/ST വിദ്യാർത്ഥികൾക്ക് 75 രൂപയാണ് ഫീസായിട്ട് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്, അതായത് SC/ST വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു 2 കോളേജുകളിലേക്ക് രണ്ട് നഴ്സിംഗ് സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഒന്നാമത്തേത് നിങ്ങൾക്ക് കൊല്ലം ആശ്രാമത്ത് പ്രവർത്തിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് മാത്രമായിട്ടുള്ള നഴ്സിംഗ് സ്കൂളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതിനോടൊപ്പം മറ്റൊരു സ്കൂളിലേക്ക് കൂടി നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതായത് ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് കൂടി നിങ്ങൾക്ക് അപേക്ഷിക്കാം. ബാക്കിയുള്ള ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗവൺമെൻറ് കോളേജിൽ ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ബാക്കിയുള്ളവർക്ക് സാധിക്കുകയുള്ളൂ. അതായത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ വിദ്യാർത്ഥികൾ ചോദിച്ച മറ്റൊരു കാര്യമായിരുന്നു പ്രൈവറ്റ് നഴ്സിംഗ്, അതായത് GNM പഠിപ്പിക്കുന്ന നഴ്സിംഗ് സ്കൂളുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതിൽ അപ്ലൈ ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇത് ഗവൺമെൻറ് നഴ്സിംഗ് സ്കൂളുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജില്ലയിൽ, അത് നിങ്ങളുടെ ജില്ല തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രം അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ പ്രൈവറ്റിൻ്റെ കാര്യമല്ല. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഗവൺമെൻറ്റിൽ ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രം അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട്, അതായത് മാനേജ്മെൻറ്റ് സെൽഫ് ഫിനാൻസ് സീറ്റുകളിലൊക്കെ നിങ്ങൾക്ക്, അതായത് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലൊക്കെ, സെൽഫ് ഫിനാൻസ് സ്കൂളുകളിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു എത്ര സ്കൂളുകളിലേക്ക് വേണമെങ്കിലും ഓപ്ഷൻസ് നൽകാൻ, അതായത് അപേക്ഷ നൽകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിവിധ ആ ഒരു സെൽഫ് ഫിനാൻസ് കോളേജുകളിലെ, അത് നഴ്സിംഗ് സ്കൂളുകളിലെ അഡ്മിഷൻ നടപടികളൊക്കെ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് വിദ്യാർത്ഥികളെ ഓൾറെഡി അറിയിച്ചതായിരുന്നു. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ അപേക്ഷയോടൊപ്പം നൽകേണ്ട ഡോക്യുമെൻറ്റ്സൊക്കെ ഈ ഒരു എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും കോപ്പിയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അക്കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. കോപ്പി മാത്രമേ നൽകേണ്ടതുള്ളൂ. ഈ ഒരു കോപ്പി നിങ്ങൾ അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് സെൽഫ് അറ്റസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏത് രീതിയിലായാലും നിങ്ങൾ ഈ ഒരു അപേക്ഷയോടൊപ്പം നൽകുന്ന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു അപേക്ഷയോടൊപ്പം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. നിങ്ങളുടെ ജനനത്തീയതി തെളിയിക്കുന്നതിനായിട്ട് SSLC അല്ലെങ്കിൽ തത്തുല്യ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അത് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി, അതായത് നിങ്ങളുടെ +2 പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി അതും അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിജി ലോക്കറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ റിസർവേഷൻ, അതുപോലെ തന്നെ ഫീസ് ഇളവിന് അർഹതയുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അപ്പോൾ അതും അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ കോപ്പി അറ്റസ്റ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ തഹസിൽദാറിൽ നിന്ന് ലഭിക്കുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ തന്നെ SC/BC OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നും ഈ ഒരു സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ ആവശ്യത്തിന്, അത് സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് കിട്ടുന്ന നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ തന്നെ തഹസിൽദാറിൽ നിന്ന് ലഭിക്കുന്ന മിശ്രജാതി വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, അത് ആവശ്യമുള്ളവർക്ക് മാത്രമേ വേണ്ടൂ. അതിൻ്റെയും കോപ്പി മാത്രമാണ് വേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു ഭിന്നശേഷിക്കാർക്ക്, അതായത് PWD വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ജില്ലാ മെഡിക്കൽ ബോർഡിൽ നിന്ന് ലഭിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, എല്ലാത്തിൻ്റെയും കോപ്പി മാത്രമേ വേണ്ടൂ. അതുപോലെ കേരളീയൻ, അതായത് കേരളൈറ്റ് എന്ന് പറഞ്ഞാൽ കേരളീയനാണ്, അതായത് കേരളത്തിൽ ജനിച്ച ഒരാൾ എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അത് തെളിയിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ജനന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റിൽ ജനന സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. കേരളത്തിലാണ് നിങ്ങൾ ജനിച്ചത് എന്നുള്ളതിന് അത് തെളിയിക്കാനായിട്ടുള്ള കേരളത്തിൽ ജനിച്ച, അതായത് കേരളത്തിലെ ഒരു സ്ഥലത്തിൻ്റെ പേരായിരിക്കണം അതിലുണ്ടായിരിക്കേണ്ടത്. കേരളത്തിന് പുറത്ത് ജനിച്ചവർ ആണെങ്കിൽ ആ ഒരു SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന് പകരം നിങ്ങളുടെ രക്ഷിതാവിൻ്റെ സർട്ടിഫിക്കറ്റ് മറ്റോ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പാസ്പോർട്ട് ജനനസ്ഥലം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പേജിൻ്റെ പകർപ്പ്, അതുപോലെ ജനന സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, അതുപോലെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, അതുപോലെ ഉദ്യോഗാർത്ഥിയുടെ രക്ഷകർത്താവ്, അതായത് രക്ഷിതാവ് കേരള കേഡറിലേക്ക് അനുവദിച്ച അഖിലേന്ത്യാ സർട്ടിഫിക്കറ്റ്, അത് സർവീസ് ഉദ്യോഗസ്ഥനാണെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് കേരളീയർ ആണ്, അതായത് കേരളത്തിൽ ജനിച്ച ഒരാളാണ് എന്ന് തെളിയിക്കുന്ന ആവശ്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി കേരളത്തിൽ അല്ലാത്ത വിദ്യാർത്ഥികൾ കാറ്റഗറി 1 NK1 വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് നേറ്റിവിറ്റി തെളിയിക്കുന്നതിന് അനുബന്ധം,
അതായത് അനുബന്ധത്തിൽ നൽകിയിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് ബാധകമെങ്കിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അനുബന്ധം എന്നാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇനി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വിദ്യാർത്ഥികളുടെ +2 അല്ലെങ്കിൽ തത്തുല്യ മാർക്കിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങൾക്ക് 3നും കൂടെ ലഭിച്ച ആകെ മാർക്ക് 600-ൽ മാർക്ക് കണക്കാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാതലത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങൾ പഠിച്ചവരുടെ അഭാവത്തിൽ, അതായത് അത് പഠിച്ച വിദ്യാർത്ഥികൾ ബയോളജി സയൻസ് പഠിക്കാത്ത ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ അവർ പഠിച്ച എല്ലാ വിഷയങ്ങളുടെയും മാർക്കിൻ്റെ, അതായത് ഐച്ഛിക വിഷയങ്ങളുടെ ആകെ മാർക്ക് 600 മാർക്കിൽ കണക്കാക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് കിട്ടുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ റാങ്ക് നിങ്ങൾക്ക് നൽകുന്ന സമയത്ത് എങ്ങനെയാണ് അതായത് സെയിം മാർക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് ആ ഒരു സമനില തയ്യാറാക്കുന്നത്, അതായത് ആ ഒരു ടൈ ബ്രേക്ക് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ്, അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിൽ എങ്ങനെയാണ് അഡ്മിഷൻ എന്നുള്ള കാര്യം പറയാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അതിനുശേഷം റാങ്ക് ലിസ്റ്റ് പ്രകാരം മുൻഗണനയിലുള്ള വിദ്യാർത്ഥികളെ ഈ ഒരു നഴ്സിംഗ് കോളേജിൽ നിന്ന്, അത് നഴ്സിംഗ് സ്കൂളിൽ നിന്ന് വിളിക്കുകയും ചെയ്യുന്നതാണ്. വിളിക്കുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യുകയും അതിനുശേഷം ആ ഒരു നഴ്സിംഗ് സ്കൂളിലേക്ക് നിങ്ങളുടെ ആ ഒരു എല്ലാവിധ അപേക്ഷയോടൊപ്പം നൽകിയിട്ടുണ്ടായിരുന്ന ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എടുത്തുകൊണ്ട് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടുകയാണ് ചെയ്യേണ്ടി വരിക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സിൻ്റെ കുറവ് കാരണമോ മറ്റോ നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ അടുത്ത ആ ഒരു റാങ്ക് ലിസ്റ്റിൽ അടുത്ത ആൾക്ക് അതിനുള്ള അവസരം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ ഒരു തവണ മാത്രമേ വിളിക്കുകയുള്ളൂ. അക്കാര്യം കൂടി വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആ ഒരു വിളിക്കുന്ന സമയത്ത് തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പെൺകുട്ടികൾക്ക് മാത്രമാണ് ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരിക്കുള്ളൂ. എന്നാൽ ഹോസ്റ്റലിൽ താമസിക്കണമെന്നുള്ള നിർബന്ധമല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ, അതായത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, നഴ്സിംഗിന് കിട്ടിയാൽ GNM-ൽ നിന്നും ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ തിരിച്ചു വാങ്ങി നിങ്ങൾക്ക് അതായത് ഈ ഒരു നഴ്സിംഗ് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളോട് ഒരു ബോണ്ട് വാങ്ങിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ബോണ്ട് ക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ബോണ്ട് നൽകുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു കാര്യം അറിയിക്കുകയും അതിനുശേഷം പിന്നീട് ഈ ഒരു നഴ്സിംഗ് അഡ്മിഷനൊക്കെ കഴിയുന്ന സമയത്ത് ബോണ്ട് നൽകിയാൽ മതിയാകുമെന്നാണ് തോന്നുന്നത്. കാരണം ബോണ്ട് പ്രകാരം വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷൻ പകുതിക്ക് വെച്ച് നിർത്തുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ നഷ്ടപരിഹാര തുകയായിട്ട് 50,000 രൂപയും വിദ്യാർത്ഥി കൈപ്പറ്റിയുള്ള സ്റ്റൈപ്പൻഡ്, അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ 4% പലിശയോടും കൂടി, അതുപോലെ മറ്റെന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടെങ്കിൽ അതും കൂടി ഈടാക്കുന്നതാണ് എന്നുള്ളതാണ്. അത് ഒക്കെ ഈടാക്കിയ ശേഷം മാത്രമേ സർട്ടിഫിക്കറ്റുകൾ തിരികെ നൽകൂ എന്നുള്ളതും പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേൽപ്പറഞ്ഞ വ്യവസ്ഥകളൊക്കെ 500 രൂപയുടെ മുദ്രപത്രത്തിൽ രേഖപ്പെടുത്തിയ ബോണ്ട് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള മറ്റ് വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളതും ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത ശേഷം ആ ഒരു അപ്ലിക്കേഷൻ ഫോമും അതിനോടൊപ്പം നിങ്ങൾ ചലാൻ 250 രൂപ അടച്ചതിൻ്റെ, അതായത് SC/ST വിദ്യാർത്ഥികൾക്ക് 75 രൂപയാണ്. അപ്പോൾ ചലാൻ അടച്ചതിൻ്റെ ആ ഒരു പ്രിൻറ്റും, അതായത് ഈ ഒരു ചലാൻ അടച്ചതിൻ്റെ ഒറിജിനൽ റെസിപ്റ്റാണ് വേണ്ടത്. ഒറിജിനൽ റെസിപ്റ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു അപ്ലിക്കേഷൻ ഫോം, അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡോക്യുമെൻറ്റ്സിൻ്റെ ഒക്കെ അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കോപ്പി, അതെല്ലാം കോപ്പിയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു കോപ്പി എന്നിവ സഹിതം നിങ്ങൾക്ക് ഈ ഒരു അഡ്രസ്സിലേക്ക്, അതായത് ഈ ഒരു നഴ്സിംഗ് സ്കൂളിൻ്റെ അഡ്രസ്സ് ഈ ഒരു പേജിൽ ഏറ്റവും താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു താഴെയായിട്ട് കൊടുത്തിട്ടുള്ള, അതായത് ഏറ്റവും താഴത്തെ പേജിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത്, അതായത് ഈ ഒരു അഡ്രസ്സിലാണ് അയക്കേണ്ടത്. നിങ്ങൾക്ക് ഓരോ കോളേജിൻ്റെ, അതായത് ഓരോ നഴ്സിംഗ് സ്കൂളിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ അനുബന്ധമായിട്ട് നൽകിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളുണ്ട്. അതായത് അനുബന്ധത്തിൽ പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു കാര്യമാണ് ഈ ഒരു കാര്യം. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതായത് സർട്ടിഫിക്കറ്റ് ഷോയിങ് സ്കൂൾ സ്റ്റഡീഡ് ഇൻ കേരള ഇൻ സ്റ്റാൻഡേർഡ്, അതായത് ഈ ഒരു +1 +2 നിങ്ങൾ കേരളത്തിലാണ് പഠിച്ചത് എന്ന് തെളിയിക്കുന്നതിനായിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ കേരളത്തിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാകും. അതായത് നിങ്ങൾക്ക് ആ ഒരു കേരളത്തിലെ സർട്ടിഫിക്കറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം നിങ്ങൾ കേരളത്തിലെ ആ ഒരു ബോർഡിൽ നിന്നാണ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതെങ്കിൽ നിങ്ങളുടെ +2ൻ്റെ ആ ഒരു മാർക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കേരളത്തിലാണ്, SSLC സർട്ടിഫിക്കറ്റ് ഇതിലൊക്കെ നിങ്ങൾ കേരളത്തിലാണ് പഠിച്ചത് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം, അതായത് ഈ ഒരു ഡോക്യുമെൻ്റ് എല്ലാവർക്കും ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ഒരു ഡോക്യുമെൻറ്റും എല്ലാവർക്കും ആവശ്യമുള്ളതല്ല. അക്കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇത് നോൺ കേരളറ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ അവർക്ക് പാരൻറ്റിൻ്റെ ആ ഒരു കേരള കേഡറിൽ ജോലി ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു
ഡോക്യുമെൻ്റാണ്. അത് എല്ലാവർക്കും ആവശ്യമുള്ളതല്ല. അതുപോലെ തന്നെ കേരള കാറ്റഗറിയിൽ, അതായത് കേരള ഇയർ അല്ലാത്തവർക്ക് കാറ്റഗറി 1 ഉൾപ്പെട്ടവർക്ക് നേറ്റിവിറ്റി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളാണ്. അപ്പോൾ അവർക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഈ ഒരു അപേക്ഷയോടൊപ്പം ഉൾക്കൊള്ളിച്ചാൽ മതി. അതുപോലെ തന്നെ ഇവിടെ ഫീ കൺസെഷൻ ഉള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റല്ല, അതായത് ഇത് OEC വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിൽ വിദ്യാർത്ഥികൾ ചോദിച്ചൊരു മറ്റൊരു ഫോമായിരുന്നു. അത് മറ്റൊരു ഫോമല്ല, ജസ്റ്റ് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഫോമായിരുന്നു. അത് എല്ലാ വിദ്യാർത്ഥികൾക്കും ആവശ്യമല്ല. അപ്പോൾ ആ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് കേരള വംശജനല്ലാതെ, എന്നാൽ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കേരളത്തിൽ സ്കൂൾ പഠനം നടത്തിയിട്ടുള്ള അപേക്ഷൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉള്ള ആ ഒരു ഭാഗമാണ്. അതായത് നോൺ കേരളൈറ്റ് അല്ലാത്തവർക്ക് മാത്രമേ ബാക്കിയുള്ള ഫോമൊക്കെ നൽകേണ്ടതുള്ളൂ. കേരളത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോമൊന്നും നൽകേണ്ടതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.